ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള ചിറയ്യ എന്നാണോ ഷിറയ്യ എന്നാണോ അത് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. CHIRAIYA ഒരു ഹിന്ദി വെബ് സീരീസാണ്. പക്ഷേ നമുക്ക് മലയാളത്തിലും അതിൻ്റെ ഡബ്ബിങ് അവൈലബിൾ ആണ്. ഞാൻ മലയാളത്തിലാണ് കണ്ടത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ഞാൻ സാധാരണ ഹിന്ദി പടങ്ങൾ, ഹിന്ദി വെബ് സീരീസൊക്കെ കാണുമ്പോൾ ഹിന്ദിയിൽ തന്നെ കണ്ടിട്ട് മനസ്സിലാവാത്തത് സബ് ടൈറ്റിൽ നോക്കി, അത്യാവശ്യമൊക്കെ ഹിന്ദി കേട്ടാൽ മനസ്സിലാവും, സബ് ടൈറ്റിൽ നോക്കിയിട്ടാണ് കാണുക. ഇതെന്തോ എനിക്ക് ചുമ്മാ മലയാളത്തിൽ കാണാൻ തോന്നി. ഒരു രസം, മോശമൊന്നുമില്ല കേട്ടോ. മലയാളം അവർ വളരെ ഡീസൻ്റ് ആയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തം വെബ് സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡ് ഞാൻ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ഉണ്ട്, ആ എഡിറ്റിങ്ങിൻ്റെ ഒരു മികവുണ്ട്, കുറേ കാര്യങ്ങളുമുണ്ട്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. 4-ാമത്തെ എപ്പിസോഡ് ഒരു പകുതി കഴിയുമ്പോൾ തൊട്ട് ഈ സാധനം അങ്ങോട്ട് വലിഞ്ഞ് എഴഞ്ഞ് 6-ാമത്തെ എപ്പിസോഡാകുമ്പോൾ നിങ്ങളിതൊന്ന് തീർക്കൂ പ്ലീസ് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ശരിക്കും ആദ്യത്തെ ഒരു 3 എപ്പിസോഡ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെങ്കിൽ ഒരു പകുതി മാത്രം കണ്ടിട്ട് ഈ ഫസ്റ്റ് ഹാഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ റിവ്യൂ ഇടുന്ന ആൾക്കാരിടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ ഗംഭീര പരിപാടിയാണ്. എന്ന് വെച്ചാൽ അത്രയും വാലിഡ് ആയിട്ടുള്ള കറൻറ്റ് റെലവൻ്റ് ഒരു ടോപ്പിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു വെബ് സീരീസാണ്. പക്ഷേ അവസാനം കൊണ്ട് കലടച്ചു. മാരിറ്റൽ റേപ്പാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ എന്നുള്ള പേരിൽ റിലീസായിട്ടുള്ള ഒരു ബംഗാളി വെബ് സീരീസ് ഉണ്ട്. അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഈ ചിറയ്യ എന്ന് പറയുന്ന വെബ് സീരീസ്. നമ്മൾ ഈ കെട്ടിയോളാണൻ്റെ മാലാഖ, അതേപോലെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് ആ സിനിമകളിലെ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുള്ള മലയാളികളല്ലേ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ വെബ് സീരീസിൽ ഇതിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ടോപ്പിക് റെലവൻ്റ് ആണ്, പക്ഷേ അത് ഡീൽ ചെയ്തിരിക്കുന്നതിൽ ഇതിനേക്കാൾ നന്നായി നമ്മൾ എത്രയോ തവണ ചെയ്തിരിക്കുന്നു എന്ന് തോന്നിപ്പോകും. മാരിറ്റൽ റേപ്പ്, കൺസെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ മനസ്സിലായിട്ടുള്ളൊരു മലയാളിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എന്താണ് ഫീൽ ചെയ്യാനുള്ളത്? സംഭവം വളരെ സിമ്പിളാണ്. ഒരു ചെറിയ കഥയും കഥാസന്ദർഭമാണ്. വളരെയധികം കുടുംബസ്നേഹിയായിട്ടുള്ള ഒരു മരുമകൾ, അവൾ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീയാണ്. എല്ലാവർക്കും വെച്ചുണ്ടാക്കി കൊടുക്കും, വീടൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കും, അവരെല്ലാം പറയുന്നത് അനുസരിക്കും. ലോക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല, ആഹാരം ഉണ്ടാക്കി കൊടുക്കലാണ് എൻ്റെ ജോലി എന്ന് വിശ്വസിച്ച് സ്വയം അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവൾ സ്വന്തം മകനെ പോലെ വളർത്തിയിട്ടുള്ള അവളുടെ ഭർത്താവിൻ്റെ അനിയൻ വിവാഹം കഴിക്കുന്നു. ആദ്യ രാത്രി മുതൽ അവൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്യുന്നു. പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഭർത്താക്കന്മാരിൽ ഒരാളാണവൻ. അപ്പോൾ ഈ 2 സ്ത്രീകൾക്കിടയിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻ, അവരിതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, നിയമപരമായി മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് ഈ വിഷയത്തിന് ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വെബ് സീരീസ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത് പ്രകടനങ്ങളാണ്. അതിൽ കമലേഷ് എന്ന് പറയുന്ന ആ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദിവ്യ ദത്തയാണ്. എന്തൊരു പെർഫോമറാണ് വേണം, എന്തൊരു പെർഫോമർ. അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെബ് സീരീസ് കാണാം, ത്രൂ ഔട്ട് ഇരുന്ന് കാണാം. ഞാൻ പറഞ്ഞ അവസാനത്തെ 2 എപ്പിസോഡ് എനിക്ക് ഭയങ്കര വലിച്ചിലായിരുന്നു. പക്ഷേ അതുൾപ്പെടെ ഇവരുടെ പ്രകടനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. തുടക്കത്തിൽ ഇവരെ കാണിക്കുമ്പോൾ ഭയങ്കര സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സ്നേഹനിധിയായിട്ടുള്ളൊരു ഏട്ടത്തിയമ്മ ആ സംഭവമാണ്. പക്ഷേ എനിക്ക് തുടക്കത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അതിനെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന വലിയ പൊളിറ്റിക്കൽ സെനാരിയോയിലേക്കൊന്നും എത്തി നോക്കിയിട്ടില്ലാത്ത, നാട്ടിൽ നടക്കുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് അവെയർ അല്ലാത്ത, TV സീരിയൽ കണ്ട് ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവരെ തുടക്കത്തിൽ പിടിച്ചിരുത്താൻ ഈ കഥാപാത്രം ഇങ്ങനെ ചെയ്തു വെച്ചതുകൊണ്ട് പറ്റും. കാര്യം അത്രയും തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ. സഞ്ജയ് മിശ്രയാണ് ഇതിൽ അമ്മായച്ചൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളി ആസ് ഓൾവേസ് പൊളിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഷായാണ് ഈ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടി, പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ റോൾ ചെയ്തിട്ടുള്ളത്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് പൂജ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് പ്രസന്നാഭിഷ്ടാണ്. അവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫൈസൽ റഷീദ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കമലേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡുണ്ട്. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു, ഭയങ്കര സ്വീറ്റ് മനുഷ്യൻ. നമ്മൾ നമ്മുടെ ചുറ്റും അങ്ങനത്തെ കുറേ മനുഷ്യന്മാരെ കാണും, അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള അങ്ങനെ ക്യാരക്ടേഴ്സ് എല്ലാം അത് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് വിഷ്വലാണ്. തുടക്കത്തിൽ ഒരു സീരിയൽ വൈബ് ഉണ്ടായിരുന്നു, നമ്മളൊരു ഹിന്ദി സീരിയലൊക്കെ കാണുന്ന പോലെ. പക്ഷേ അങ്ങനെ വരുന്നത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനത്തെ സീരിയൽസ് കാണുന്ന ഈവൻ ഈ സിനിമയിൽ എന്താണോ പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാദിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് പോലും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക്, അവർക്കും ഈ കാണിക്കുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് പറയുന്ന ഒരു ഗ്രാജുവൽ തോന്നലിലേക്ക് നമ്മളെപ്പോഴും പറയും, ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് ഒറ്റയടിക്ക് ഉന്നമനം നടത്താനൊന്നും പറ്റില്ല, പതുക്കെ പഠിപ്പിച്ച് എല്ലാവരെയും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയില്ല. ആ ഒരു രീതിയിലാണ് ഈ വെബ് സീരീസ് പോകുന്നത്. അതിനനുസരിച്ചുള്ളൊരു വിഷ്വൽ ലാംഗ്വേജാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓഡിയോ വൈസ് ഇതിലെ പാട്ടുകളൊക്കെ ആണെങ്കിലും ആ ഒരു വൈബിന് കറക്റ്റായിരുന്നു. എനിക്കങ്ങനെ കുഴപ്പമുള്ളതായിട്ട്
ഓവറായിട്ടൊന്നും തോന്നിയില്ല, ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പറയുന്നതിന് ഒക്കെയും കാരണങ്ങളുണ്ട്. നമ്മളിതിൽ വില്ലൻ സൈഡിൽ കാണുന്ന ആളുകൾക്ക് പോലും ഇതിന് ഇന്ന ആളുകൾ കൂടി കാരണമാണ്, ഇന്ന സാഹചര്യങ്ങൾ ഇതിലൊരു ഘടകമാണ് എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതിനെ ഇവർ ഈ പറയുന്ന ടൈറ്റിൽ വെക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് പ്ലീസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാവും, ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കര ലൗഡായിട്ടല്ല, പക്ഷേ ഈ സിനിമയുടെ വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സബ്റ്റിലായിട്ട് അത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നിയമ വ്യവസ്ഥ, ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സൊസൈറ്റി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതിനെയൊക്കെയും വിമർശനാത്മകമായി സമീപിക്കാൻ വെബ് സീരീസിന് പറ്റുന്നുണ്ട്. പലപ്പോഴും വൻ പുരോഗമന ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ പോലുമുള്ള ഡബിൾ സ്റ്റാൻഡേർഡിനെയൊക്കെ വലിച്ച് പുറത്തിടുന്നുണ്ട് വെബ് സീരീസ്. പക്ഷേ ഇത്രയൊക്കെ നന്നായിട്ട് കഴിഞ്ഞാൽ ശരിക്കും പറയാം ആദ്യത്തെ 4 എപ്പിസോഡ് അടിപൊളിയായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് വലിഞ്ഞു പോയിന്നേ, ആ അവസാനമൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ഡയലോഗ്സ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ആവർത്തിച്ച് പറയുകയാണോ തിരിച്ചും മറിച്ചും പറയുകയാണോ, ഇനിയിപ്പോൾ മലയാളം ഡബ് വേർഷൻ കേട്ടതുകൊണ്ടാണോ അവസാന ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ എന്താ ഇത്, നിങ്ങളിത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് കെട്ടുമോ, ഇതൊന്ന് അവസാനിപ്പിക്കുമോ? നമുക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവരിത് കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അത്യന്തം നാടകീയമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്ത് ഒരു കൂട്ടം ആളുകളെ കൂടെ നിർത്തി ടമാർ പടയെന്ന് പറഞ്ഞിട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഈ വെബ് സീരീസും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ആ രീതിയിലാണ് അവർ കൊണ്ട് എൻഡ് ചെയ്തിരിക്കുന്നത്. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ ഒരു നീതി ഉറപ്പിക്കൽ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഒരു പ്രോപ്പർ സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അല്ല. എനിക്ക് മൊത്തത്തിൽ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ നിരാശയായിപ്പോയി. തുടക്കം ഗംഭീരമായിരുന്നു. നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. സിനിമയാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഒക്കെ കാണുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ മൂഡിനനുസരിച്ച് വരെ മാറിപ്പോയിന്ന് വരും. എനിക്കിത് കണ്ടപ്പോൾ അവസാനത്തെ ആ വലിച്ചിൽ ഒരു പ്രശ്നമായിട്ട് തോന്നി. ബാക്കി ഇറ്റ്സ് ഗുഡ്. ഒരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.